പോളിംഗ് ശതമാനം കൂടിയത് നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അവസാനത്തെ വോട്ട് വരെ കൊണ്ടുപോയി നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഞാൻ അടുത്തറിഞ്ഞ് കണ്ടിട്ടുള്ള 30 35 വർഷത്തെ 91 മുതൽ 91ലും നല്ല പെർഫോമൻസ് 2001ലും UDFന് ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലത്തെ ഒരു ആവേശകരമായ ഒരു പ്രവർത്തനം UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഞാൻ എന്റെ ആദ്യത്തെ അനുഭവമാണ്. പൂർണ്ണമായിട്ടാണ് അവരെല്ലാം ഇത് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തുടക്കം മുതലേ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2005 മുതൽ ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന നിരവധി വിഭാഗങ്ങൾ UDFനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു സോഷ്യൽ ബാക്കപ്പ് സാമൂഹ്യമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം UDFനെ പിന്തുണച്ചിട്ടുണ്ട്. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ പണ്ടെല്ലാം കോൺഗ്രസിന്റെയും UDFന്റെയും കൂടെ നിന്നിരുന്ന ധാരാളം ആളുകൾ ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങൾ കൊണ്ട് പിണങ്ങിപ്പോയവരും മാറിപ്പോയവരും എല്ലാം ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് 5 കൊല്ലം, കഴിഞ്ഞ 5 കൊല്ലം. അതിന്റെ റിസൾട്ട് കൂടി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും തുടക്കം മുതലേ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് 100 സീറ്റ്. ഞാൻ അതിന്റെ ആത്മവിശ്വാസത്തിനൊരു രാഷ്ട്രീയമായ അടിത്തറയുണ്ട്. അത് പലർക്കും അത് മനസ്സിലായില്ല. നമ്മൾ വെറുതെ ഒരു നമ്പർ, ഒരു കൊട്ടക്കണക്ക് പറയുകയാണെന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ 2001 100 സീറ്റ് കിട്ടിയതാണ്. പിന്നെ 2005 മുതൽ ഒരുപാട് വിഭാഗങ്ങൾ UDFനെ വിട്ടുപോയിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അവരെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ അതിൽ 90-95% പേര് തിരിച്ചു കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക്, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നും. രണ്ടാമത്തത്, നമ്മൾ എല്ലാ ബൈ ഇലക്ഷൻസിലും പാർലമെന്റ് ഇലക്ഷനിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും ഉണ്ടായ അത്യപൂർവമായ വിജയം, ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത വിജയം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വിജയമാണത്. പാർലമെന്റിൽ നമുക്കൊരു പല കാരണങ്ങളുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളിവിടെ വന്ന് മത്സരിക്കുന്നതിന്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷനിൽ UP അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നുള്ള സാഹചര്യം. ഇപ്രാവശ്യം അതല്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ 400-ലധികം സീറ്റുമായി മോഡി ഭരണകൂടം അധികാരത്തിൽ വരും എന്നുള്ള ഒരു ധാരണ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഇത്ര വലിയ വിജയം പാർലമെന്റിൽ ഉണ്ടാക്കാൻ കഴിയും. അത് സാധാരണ 19-ലുണ്ടായ വിജയത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഞങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത്.